നെഹ്റു ട്രോഫി വള്ളം കളിക്കെത്തിയ ചുണ്ടൻ വെള്ളം കായലിൽ കുടുങ്ങി. നടുവിലെ പറമ്പൻ ചുണ്ടനാണ് കായലിൽ കുടുങ്ങിയത്. തുഴച്ചിലുകാർക്ക് പരിക്കില്ല. ചുണ്ടൻ വെള്ളം കെട്ടിവലിച്ചു കൊണ്ടുവന്ന ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ, രജിത്ത്, വേമ്പനാട്ട് കായലിലേക്ക് തന്നെയാണ് ഈ വെള്ളം ചെറിയ തോതിൽ ഉലയുകയും ഒപ്പം ഇത് കെട്ടിവലിച്ചുകൊണ്ട് വന്ന ബോട്ടിന് വലിയ തോതിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും അപകടം ഉണ്ടാവുകയും ചെയ്തത്. വെള്ളം മറയുകയും അതിലുണ്ടായിരുന്ന തുഴച്ചിലുകാർ പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോവുകയും ചെയ്തു. ചിത്തിര കായലിനോട് ചേർന്ന വേമ്പനാട്ട് കായലിലെ തന്നെ ചിത്തിര ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ തുഴകൾ പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഈ തുഴച്ചിലുകാർ തന്നെ അത് വീണ്ടെടുക്കുകയും ചെയ്തു. അവർക്ക് ആർക്കും തന്നെ പരിക്കുകളില്ല. 98-ലധികം തുഴച്ചിലുകാർ ഈ വള്ളത്തിലുണ്ടായിരുന്നു. കുമരക വിമാനുവൽ ബോട്ടുകൾക്ക് തുഴയുന്ന നടുവിലെ പറമ്പൻ ചുണ്ടനാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അപകടം എന്ന് പറയാനാവില്ല. ആർക്കും പരിക്കില്ല. ഒപ്പം ഈ ചുണ്ടന് മറ്റ് കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. മറ്റൊരു ബോട്ട് കൊണ്ടുവന്ന് ഈ ചുണ്ടൻ ഇപ്പോൾ ട്രാക്കിലേക്ക് വീണ്ടും നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ വള്ളം അതേ രീതിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ തുഴഞ്ഞുകൊണ്ടല്ല, മറ്റൊരു ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ടാണ് സാധാരണ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് വന്ന ഈ ബോട്ടിനാണ് തകരാർ സംഭവിച്ചത്. അതിൽ നിന്ന് കെട്ടഴിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും ചെയ്തു. എന്തായാലും പ്രശ്നം പരിഹരിച്ച് വീണ്ടും അവർ പുന്നമടയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.